ADGP ആയാലും SP ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും സ്ഥാനത്ത് തന്നെ ഈ വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും തുടരുന്നതിനെ സാമാന്യ നീതിയുടെ ഒരു സിദ്ധാന്തമാണ് അഡ്വക്കേറ്റ് BN അസ്കർ ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം താങ്കൾ കണ്ടില്ലേ? ഒന്ന്, അൻവറിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPIക്കുള്ള അതൃപ്തി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രകടമാക്കുന്നു. ഒരേ ഒരു കാര്യമേ CPI തള്ളി പറഞ്ഞിട്ടുള്ളൂ, അത് RSSുമായിട്ടുള്ള ചർച്ച നടന്നു എന്ന ആക്ഷേപം മാത്രമാണ്. അതായത് ഈ വിവാദം CPMനകത്ത് മാത്രമല്ല, ഇടതു മുന്നണിക്കകത്തും ഈ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയെ ലക്ഷ്യം വെച്ചോ ഒക്കെയുള്ള ഒരു പുതിയ പ്രശ്നമായി മാറുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, CPI നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമാണ് അവിടുത്തെ തോൽവി, തൃശ്ശൂരിലെ തോൽവി. അത് യഥാർത്ഥത്തിൽ തോറ്റതല്ല, തോൽപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരാതി അന്നേ തന്നെ സുനിൽകുമാർ നൽകിയിരുന്നു. അതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിച്ച സംഗതി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ പൂരം കലക്കലാണ്. അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഡ്രാമ, ആ ഡ്രാമ ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരായിട്ട് മാറുന്ന, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആ ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് അത് അന്വേഷിക്കണമെന്ന് അന്നേ പറഞ്ഞു. സുനിൽകുമാർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതാണ് ഇപ്പോൾ ഇവിടെ ബിനോയ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കം എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ബിനോയ് പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് രീതിയിലാണെന്ന് പറഞ്ഞു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വെറുതെ ചർച്ച ചെയ്തിട്ട് മടക്കി വെച്ചാൽ പോരാ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ കിട്ടുന്ന പരാതിയിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞ് മറച്ചു വെച്ചാൽ പോരാ. അത് കൃത്യമായ അന്വേഷണമായിരിക്കണം എന്ന ഒരു ഘടകകക്ഷിയുടെ കർക്കശമായ നിർദ്ദേശമാണ്. അത് അവരുടെ ഭാഗത്ത് വെറും അഭ്യർത്ഥന മാത്രമല്ല, നിർദ്ദേശമാണ്. പിന്നീട് ഒരു കാര്യം, ഇപ്പൊ ഇവർ മാറ്റി നിർത്തിയില്ല, MR അജിത് കുമാറിനെയോ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ പോലും അതൊന്നും പ്രശ്നകരം. ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇത്തരമൊരു ആരോപണം അൻവർ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരു കൃത്യമായ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് ആ 2 ആഴ്ച എന്ന് പറയുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ആഴ്ചക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആർക്കെങ്കിലും ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ? അത് പാടില്ലല്ലോ. അതിന് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. കുറഞ്ഞ ആരോപണങ്ങളൊന്നുമില്ല, വളരെ കടുത്ത ആരോപണങ്ങൾ, രാഷ്ട്രീയമായിട്ട് വരുന്ന ഈ പൂരം കലക്കിയിട്ട് വോട്ട് നേടുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഇപ്പോ MR അജിത് കുമാർ വീട് വെച്ച് വീട് എന്ന് പറഞ്ഞത് കൊട്ടാരം വെച്ചതിനെ കുറിച്ചുള്ള ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അല്ല സജീവൻ സർ, MR അജിത് കുമാറിനെതിരായിട്ടുള്ള കേവലമായ ആരോപണം എന്നതിനപ്പുറത്ത് ഇതിന് വേറൊരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആരോപണം ഒന്നല്ല, നിരവധിയുണ്ട്. PV അൻവർ ഉന്നയിച്ചത്. CPIക്കും അത് അഭിപ്രായമുണ്ട്. ഇപ്പോൾ CPIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവിടെ ഈ നിവാരണ മേഖലയിൽ, ദുരന്തബാധിത മേഖലയിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണം അത് നൽകുന്ന കാര്യത്തിൽ അത് തടഞ്ഞുകൊണ്ടൊരു തീരുമാനമെടുത്തത് അജിത് കുമാറാണ്. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി, സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ കേസിൽ വരുന്നു. തൃശ്ശൂർ പൂരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെടുമ്പോൾ ADGP അവിടെ ഉണ്ടായിരുന്നു, സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒന്നും രണ്ടുമല്ല. ഈ കാര്യങ്ങളിൽ പ്രധാന ഘടകകക്ഷിയായ CPIക്ക് പോലും PV അൻവറിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നു എന്ന അതേ സ്വഭാവത്തിലുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ എന്നിട്ടും പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിർത്തി തന്നെ നടത്തുന്നു എന്നതൊരു പ്രശ്നമല്ലേ? അല്ല, സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ നോക്കേണ്ടത് അങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു അന്വേഷണത്തിൽ അലിഗേഷൻ, ആരോപണം മാത്രമാണല്ലോ ഉള്ളത്. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സ്ഥാനത്ത് മാറ്റിയത്, പ്രത്യേകിച്ച് 2 IPS ഓഫീസർമാരാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സമ്മതിക്കില്ല ഒരിക്കൽ പോലും. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് നടപടിയെടുത്ത്? സ്ഥാനത്ത് നിന്ന് മാറ്റുന്നൊന്നും നടപടിയല്ല എന്ന് പറഞ്ഞാൽ, സസ്പെൻഷൻ നടപടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഇവർ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. സർക്കാർ ഉത്തരം പറയേണ്ടി വരും. സർക്കാരിന് ഒരിക്കൽ പോലും അങ്ങനെ ഉത്തരം പറയാം. അതിനാണ്
അതിന് പ്രൊസീജിയർ, കൃത്യമായ ഒരു പ്രൊസീജിയറിലേക്ക് പോകണം. ഞാൻ ഈ പ്രൊസീജിയർ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ശരിയായ രൂപത്തിലാണോ അല്ലെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എന്നുവെച്ചാൽ ഇത് നടക്കുന്നത് പുകമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നൗഷാദിൽ പറഞ്ഞ പോലെ ഈ തെളിവുകൾ മറ്റുള്ള ആൾ, അതൊരിക്കൽ പോലും ക്രിമിനൽ, അസ്കറിന് അറിയാലോ, ക്രിമിനൽ കേസിൽ ഒരിക്കൽ പോലും ആരോപണ വിധേയനായ ആള് തെളിവ് കൊടുക്കേണ്ടതില്ലല്ലോ. പരാതി ഉന്നയിക്കുന്ന ആളുകളാണ് തെളിവ് കൊടുക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം തെളിവുകൾ ഇനി വരേണ്ടതുണ്ട്. അത് അങ്ങനെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.